പുനലൂർ പൊതുവിപണിയിൽ സംയുക്ത പരിശോധനയിൽ പഴകിയ 50 കിലോയോളം മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം, ലീഗൽ മെട്രോളജി വകുപ്പ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിശോധന നടന്നത്. അയാളുടെ കാര്യം ലൈസൻസ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് എനിക്ക് ലൈസൻസ് ഇല്ല. ആര് പറഞ്ഞില്ല? എനിക്കറിയാലോ, നമ്മൾ പരിശോധിക്കുന്നതല്ലേ, എത്ര പേർക്കില്ല നമുക്കറിയാം. ലൈസൻസ് ആർക്കും മിക്കാറുള്ളവർക്കെല്ലാം ഉണ്ട്. ഇത്ര മുനിസിപ്പാലിറ്റി അങ്ങ് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ പറഞ്ഞിട്ടില്ല. അത് സാറ് പറയണം. അത് നേരത്തെ മുനിസിപ്പാലിറ്റി ലൈസൻസ് കച്ചവടം നിങ്ങൾ എത്ര കാലം കച്ചവടം ചെയ്യുന്നു? ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ചെയ്യത്തുള്ളൂ. ശരിയല്ല, വല്ലപ്പോഴും ആദ്യം എന്റെ പേപ്പറൊന്നും ഇല്ല. എന്റെ അഡ്രസ് ഞാൻ തരത്തില്ല. ഞാൻ തരത്തില്ല. എന്റെ പേര് അഡ്രസ് ഞാൻ തരത്തില്ല. ജില്ലയ്ക്ക് സാറ് പറഞ്ഞു ആരോഗ്യത്തിന് പോകും. എനിക്ക് വേറെ തിന്നിട്ടില്ല. ഞാൻ തന്റെ കാര്യം എന്തിനാ എന്റെ കാര്യം കയ്യൊക്കെ കൊടുക്കാൻ ഞാൻ പാവം പിടിച്ചാൽ ജീവിക്കുന്നതാണ്. എനിക്ക് കാര്യങ്ങൾ ഞാൻ ഞാൻ ചീത്തമായി സാറ് കൊടുക്കത്തില്ല. നമ്മൾ ചീറ്റുന്നു ഇല്ല കൊടുക്കും. സാറ് പറയും അയാൾ നമ്മൾ ചീത്തമായി കൊടുക്കത്തില്ല. അല്ല, നമ്മൾ കൊടുക്കത്തില്ല നമ്മൾ ഇല്ല, നമ്മൾ വിൽക്കത്തില്ല. സാറ് പറഞ്ഞ സാറ് മാനായിട്ട് സാറ് പറഞ്ഞ മാനായിട്ട് നമ്മൾ സാറ് മാനായിട്ട് സാറ് പറഞ്ഞ ചമ്മ മാറ്റി. സാറ് എനിക്കില്ല. ലൈസൻസ് എടുക്കാൻ നോട്ടീസ് തരണം. നോട്ടീസ് തരണം. ലൈസൻസ് എടുത്തില്ലെങ്കിൽ 10 ലക്ഷം രൂപ ഫൈനാണ്. അറിയാമോ? 100 രൂപയാണ് ലൈസൻസിന്റെ. എനിക്കറിയത്തില്ല സാർ. 100 രൂപയാണ് ലൈസൻസ്. ഫോട്ടോ ആധാരം കൊണ്ടിട്ട് അക്ഷയ എനിക്ക് ലൈസൻസ് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയാണോ? എടുത്തിട്ടുണ്ട്. എല്ലാം വീഡിയോ ആയിട്ട് കേട്ടോ. വീഡിയോ ആക്കി പിടിച്ചു എന്ന് പറഞ്ഞിട്ടേ മുഖത്തോട്ട് കൊടുക്കും. അതിൻ്റെ അറിയാം സന്തോഷം കളഞ്ഞിട്ട് ജോലി നോക്കണം. ഇത് എന്റെ വണ്ടിയാണിത്. സാറിനെ പറഞ്ഞില്ല. വണ്ടി മാറ്റി വണ്ടി വണ്ടിയാണ്. ഈ വണ്ടിക്കകത്ത് ഉരച്ചില കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശരിയാക്കി ശരിയാക്കി തരണം. അല്ല കണ്ണാവണ ഞാൻ പറഞ്ഞൊന്നുമില്ല. ഹെൽത്ത്, ലീഗൽ മെട്രോളജി എല്ലാവരും ഉണ്ട്. എല്ലാവരും കളക്ടറുടെ ഓർഡർ പ്രകാരം വന്നതാണ്. എന്താണ് നമുക്ക്
ഇവർക്കിത് അറിയത്തില്ല, അത് ചെക്ക് ചെയ്യാനുള്ളൊരു സിസ്റ്റമൊന്നുമില്ല. സാറേ ഒരു സംശയം, ആർഗ്യുമെൻ്റ് അല്ല. ഇപ്പോൾ ഇവർ വിഷം കെമിക്കലുള്ള മീൻ വിൽക്കുകയെന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റിയുടെ ആൾക്കാർ വന്നിട്ട് ബ്ലോക്ക് ചെയ്യണം. ഈ കേരളത്തിലൊന്നും കെമിക്കലുള്ള മീനാന്ന് പറഞ്ഞാൽ പലയിടത്തും ചെക്കിംഗ് ഉണ്ട്. കേടായ മീൻ, നിങ്ങളുടെ വീട്ടിൽ മേടിച്ചിട്ട് പോകുന്നത് കേടായ മീനാണ്. കേടായ കെമിക്കലുണ്ടെന്ന് ഇങ്ങനെ കണ്ടറിയാമോ? ഇല്ലല്ലോ. ഇയാള് വാ, ഞാൻ വരത്തില്ല, നിങ്ങൾ എവിടെ വരാം? ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ വരത്തില്ല. ഇയാളെ പേര് പറഞ്ഞു. പേരൊന്നും പറയത്തില്ല, പേരൊന്നും പറയത്തില്ല. ഞാൻ പല്ലോയി പോയി ഞങ്ങൾ കാലം കൈ കൊടുക്കുന്നത് വല്ലപ്പോഴും കച്ചവടം. കാലം കൈ ഒടിഞ്ഞ പന്ന നിയമിക്കാൻ പന്ന നിയമിക്കത്തില്ല, നമ്മൾ എടുത്ത് മാറ്റിയല്ലോ. പോരല്ലോ, അത് മാറ്റി, നമ്മൾ മാറ്റിയല്ലോ സാറ്, മാറ്റിയാൽ മാറ്റി. പഴം, മത്സ്യ, പച്ചക്കറി മാർക്കറ്റുകളിലാണ് പരിശോധന നടത്തിയത്. മാർക്കറ്റിൽ വാഹനത്തിൽ വിൽപ്പനയ്ക്കായി വച്ചിരുന്ന മത്സ്യമാണ് ദിവസങ്ങൾ പഴക്കമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. പലചരക്ക് കടകളിലും ബേക്കറി, ഹോട്ടൽ എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. ക്രമക്കേടുകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സപ്ലൈ ഓഫീസർ പി ചിത്ര, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അരുൺകുമാർ, ലീഗൽ മെട്രോളജി ഓഫീസർ അബ്ദുൽ ഖാദർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ആർ ശരത്ത്, ചന്ദ്രൻ, എസ് ശ്രീലത, സാംവർഗീസ് ഉമ്മൻ എന്നിവർ നേതൃത്വം നൽകി. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.